നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ്. ആയതിനാൽ ഉച്ചാരണത്തിലും ദൃശ്യത്തിലും ചില പോരായ്മകൾ ഉണ്ടാകാം. സദയം ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇരുംകുളങ്ങര ദുർഗാദേവി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ദേവീ ക്ഷേത്രമാണ് ഇരുംകുളങ്ങര ദുർഗാദേവി ക്ഷേത്രം. ആദിപരാശക്തിയായ ദുർഗാദേവിയാണ് പ്രതിഷ്ഠ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി മണക്കാട് എന്ന സ്ഥലത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇരുംകുളങ്ങര ദേവീക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ അതിപുരാതനമായ ദേവീക്ഷേത്രമാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് 2 കുളങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിനാലാണ് 2 അഥവാ ഇരുകുളങ്ങര എന്ന പേര് വന്നത്. പ്രസ്തുത ക്ഷേത്രത്തിന് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ദുർഗദേവി രൂപത്തിലാണ് പ്രതിഷ്ഠ, അതായത് ആദി പരാശക്തിയുടെ വേറൊരു രൂപം. ഇരുംകുളങ്ങര ദേവിയുടെ നക്ഷത്രം കാർത്തികയായി കണക്കാക്കുന്നു. എല്ലാ മലയാള മാസവും കാർത്തിക നാളിൽ പൊങ്കാലയും വഴിപാടും നേന്ത്രക്കുല അമ്മയ്ക്ക് നേർച്ചയായി ഭക്തർക്ക് അർപ്പിക്കാവുന്നതാണ്. ഉപദേവതകളായി ഗണപതി, നാഗർ, മാടൻ തമ്പുര, ബ്രഹ്മരക്ഷസ്, ഭൈരവമൂർത്തി, നവഗ്രഹങ്ങൾ എന്നീ പ്രതിഷ്ഠകളും ഉണ്ട്. ക്ഷേത്രം പരിസരത്ത് ജന്മനക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങൾ അഥവാ നക്ഷത്രവനം ഉണ്ട്. എല്ലാ മലയാള മാസം കാർത്തിക നാളിലും രാവിലെ പൊങ്കാലയും നവക പൂജയും അന്നദാനവും ഭക്തർ വിശ്വാസപൂർവ്വം അർപ്പിക്കുന്നു. കൂടാതെ മുഴുക്കാപ്പ്, അഷ്ടദ്രവ്യാഭിഷേകം, 101 കലത്തിൽ പൊങ്കാല, പുഷ്പാഭിഷേകം, ലക്ഷാർച്ചന, ഭഗവതി സേവ, ഉദയാസ്തമന പൂജ, അർദ്ധദിന പൂജ, ചുറ്റുവിളക്ക്, ശ്രീബലി, സർവൈശ്വര്യ പൂജ, കാഴ്ചക്കുല എന്നീ വഴിപാടുകളും വിശ്വാസികൾക്ക് നടത്താവുന്നതാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി നേന്ത്രക്കുലയാണ് ഇവിടെ വഴിപാടായി സ്വീകരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളും വിശേഷങ്ങളും പിന്നീടൊരിക്കൽ നമുക്ക് ചിത്രീകരിക്കുവാനും കാണുവാനും ഇരുംകുളങ്ങര ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൂടാതെ വീഡിയോ കണ്ട എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ശുഭദിനം.